ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ താഴ്ന്ന നിലയിൽ നിന്ന് പഠിച്ച് കയറി വന്ന് തൻ്റെതായിട്ടുള്ള ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ഗ്രോഫേഴ്സ് എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി ചെറിയ രീതിയിൽ വിജയം കണ്ടുവരുന്ന ഒരു സംരംഭകൻ. അദ്ദേഹത്തിനടുത്തേക്ക് ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്നിട്ട് പറയുകയാണ്, സാർ, ഞങ്ങളുടെ കയ്യിൽ നല്ലൊരു ബിസിനസ് ആശയമുണ്ട്, പക്ഷേ ഞങ്ങൾക്കതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല. സാറിന് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം എന്ന് പറയുകയാണ്. ഉടനെ ഇദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ആ ആശയം എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ ആ ബിസിനസ് ആശയം ഇദ്ദേഹത്തോട് പറയുന്നു. അതൊരു UPI പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരുന്നു. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മളിപ്പോൾ ഈ ഗൂഗിൾ പേ, ഫോൺ പേ എന്നൊക്കെ പോലുള്ള അതിനോടൊക്കെ സമാന്തരമായിട്ട് പറയാവുന്ന ഒരു ബിസിനസ് ആശയമാണ്, ഒരു UPI ആപ്പാണ്. പക്ഷേ നിലവിലുള്ള പല UPI ആപ്പുകൾക്കും ഇല്ലാത്ത ഒരുപാട് ഫീച്ചറുകളും ഒരുപാട് ക്വാളിറ്റികളും, മാത്രമല്ല നിലവിലുള്ള UPI ആപ്പുകൾ ഇപ്പോൾ GPay, ഫോൺ പേ, Paytm പോലുള്ള ആപ്പുകൾക്കുള്ള ഒരുപാട് പരിമിതികളെ മറികടക്കുന്ന കുറേ പുതിയ ഫീച്ചേഴ്സുള്ള മറ്റൊരു ആപ്പ്. ഇതാണ് ഞങ്ങളുടെ ബിസിനസ് ആശയം എന്ന് പറയുകയും അവർ ആ കോൺസെപ്റ്റ് വിവരിച്ചപ്പോൾ അതിലൊരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, അതിലൊരുപാട് മേന്മകളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ കഥാനായകൻ അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. എന്നിട്ട് തൻ്റെ പണബലം കൊണ്ടും പിന്നെ തൻ്റെതായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടും ഈ ചെറുപ്പക്കാരോടൊപ്പം കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു UPI പേയ്മെൻറ്റ് ആപ്പിനെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റുകയാണ്. വളരെയധികം കോമ്പറ്റീഷൻ ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്നൊരു മാർക്കറ്റിലേക്ക് പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് വരുന്നു. അതിൽ ആ ചെറുപ്പക്കാർക്ക് ഒരുപാട് അടിപതറുന്നുണ്ടെങ്കിലും നമ്മുടെ കഥാനായകനായിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു മേന്മ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫോർസൈറ്റ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചില മെറ്റിക്കുലസ് ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടും അവർക്കവിടെ പല മാജിക്കുകളും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും നല്ല കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് നൂതനമായിട്ടുള്ള ആശയങ്ങളിലൂടെ അവർക്ക് മാർക്കറ്റ് കീഴടക്കാൻ സാധിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ തുടങ്ങിയ ആ UPI ആപ്പ് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 UPI ആപ്പ്, അതായത് പേയ്മെൻറ്റ് ആപ്പായിട്ട് വളരുകയും വളരെ പെട്ടെന്ന് തന്നെ ലാഭത്തിലാവുകയും ചെയ്യുകയാണ്. അവർക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് പുറത്തുനിന്ന് കിട്ടുകയാണ്. ഇവൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഒരുപാട് ആളുകൾ ആ ബിസിനസ്സിലേക്ക് പൈസ നിക്ഷേപിക്കാൻ വേണ്ടി വരികയാണ്. അങ്ങനെ അത് വളരെ പെട്ടെന്ന് വളർന്നൊരു യൂണിക്കോൺ കമ്പനിയായിട്ട് അത് മാറുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു വലിയ ലെവലിലെത്തി അതിൻ്റെ പീക്ക് സ്റ്റേജിലെത്തി കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാർ നമ്മുടെ കഥാനായകനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത അഴിമതി ആരോപണങ്ങൾ ആരോപിച്ചിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? ആരാണ് ഈ പറഞ്ഞ വ്യക്തി? ഇതാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡോഗ്ല പാൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ പേരാണ് ഡോഗ്ല പാൻ, ദ ഹാർഡ് ട്രൂത്ത് അബൌട്ട് ലൈഫ് ആൻഡ് സ്റ്റാർട്ടപ്സ് എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. അഷ്നീർ ഗ്രോവറിനെ നമുക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് സോണി ലൈവിലെ ഷാർക്ക് ടാങ്ക് ഇന്ത്യ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക്, സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ മുഖം വളരെ സുപരിചിതമായിരിക്കും. അഷ്നീർ ഗ്രോവർ, ഈ പേരും വളരെ സുപരിചിതമായിരിക്കും. കാരണം ഈ ഷാർക്ക് ടാങ്ക് ഇന്ത്യയുടെ ഫസ്റ്റ് എപ്പിസോഡുകൾ, 2-3 എപ്പിസോഡുകളിൽ ഇദ്ദേഹം ഒരു ഷാർക്കായിരുന്നു, ഒരു ജഡ്ജിങ് പാനൽ മെമ്പറായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. എനിക്കൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ പരിചയം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത കഥയാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് IIM എന്നൊക്കെ പഠിച്ച് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ബിസിനസ് ലോകത്തേക്ക് കാലുവെക്കുകയാണ്. ചെറിയ ലെവലിലാണ് ഇദ്ദേഹം ഗ്രോഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ക്യുക്കമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഗ്രോഫേഴ്സ്. ആ ലെവലിൽ നിന്ന് ഈ കമ്പനി ഇദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് വരികയാണ്. ഈ ഗ്രോഫേഴ്സാണ് പിൽക്കാലത്ത് ഇപ്പോൾ ബ്ലിങ്കിറ്റ് എന്നുള്ള കമ്പനിയായിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു വളർച്ചയുടെ കഥ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ. എങ്ങനെയാണ് അതിൻ്റെ ആശയം വന്നത്, എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ബിസിനസ് ഇങ്ങനെ പതുക്കെ കെട്ടിപ്പടുത്ത് കൊണ്ടുവന്നത്, അതിൻ്റെ ഇടയിൽ അദ്ദേഹം നേരിട്ട എല്ലാ വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും എല്ലാം വിശദമായി തന്നെ പറയുന്നുണ്ട്. ഓരോന്നും ഇദ്ദേഹം എങ്ങനെ മറികടന്നു, ഇതിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തി, ഇതിനുള്ള റിസോഴ്സ് മൊബിലൈസേഷൻ എങ്ങനെ നടന്നു, എല്ലാം ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിനെല്ലാം അപ്പുറത്തായിട്ട് അദ്ദേഹം പിന്നെ എങ്ങനെയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവരാരും പേര് നമ്മളിവിടെ പറയുന്നില്ല, അവരടുത്തൊരു നല്ലൊരു ആശയമുണ്ട്, ഇയാളത്ത് പണമുണ്ട്. അപ്പോൾ പണമുള്ളവനും ആശയമുള്ളവനും കൂടി ചേർന്ന് കൈകോർത്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് എല്ലാവർക്കും വിജയിക്കാനുള്ളൊരു അവസരം ഉണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ഈ അഷ്നീർ ഗ്രോവർ ആ സംരംഭവുമായിട്ട് കൈകോർക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ അവർ തയ്യാറാകുന്നു, ഇദ്ദേഹം പണം നിക്ഷേപിക്കുന്നു, കമ്പനി വളരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആശയവും ഇദ്ദേഹത്തിൻ്റെ അധ്വാനവും കൂടി ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് പിന്നിലുണ്ട്. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ ആ ചെറുപ്പക്കാർക്ക്, ഇദ്ദേഹത്തിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വളർത്തിയ ചെറുപ്പക്കാർക്ക് തോന്നുകയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ കമ്പനി നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു, അതിൻ്റെ ആ പ്രധാനപ്പെട്ട ഒരു പീക്ക് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി ഇയാളില്ലെങ്കിൽ പോലും നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് തോന്നുകയും കറിവേപ്പില പോലെ ഇയാളെ എടുത്ത് പുറത്തേക്ക് കളയുകയും ചെയ്യുകയാണ്. കര പറ്റിക്കഴിഞ്ഞാൽ കടവത്ത് ഉപേക്ഷിച്ച് പോകുന്ന തോണി പോലെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ അഷ്നീർ ഗ്രോവർ എന്ന് പറയുന്ന തങ്ങളുടെ ഗോഡ് ഫാദറിനെ തള്ളിപ്പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മേലെ ഗുരുതരമായ ചില ഫിനാൻഷ്യൽ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ട് അയാളെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയാണ് ആര് ചെയ്യുന്നത്, ഈ ചെറുപ്പക്കാർ ചെയ്യുന്നത്. എന്നിട്ട് ആ കമ്പനി മൊത്തം അവരങ്ങോട്ട് തങ്ങളുടെ കൈവശപ്പെടുത്തുകയാണ്. വേറെ നിവൃത്തിയില്ലാണ്ട് ഇദ്ദേഹം ഈ കമ്പനിയിൽ നിന്ന് പടിയിറങ്ങി പോവുകയും പിന്നീട് തൻ്റെതായിട്ടുള്ള പാതയിലൂടെ മുമ്പോട്ട് പോയി തൻ്റെ ഗ്രോഫേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെ കുറച്ച് നല്ല ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ആ ഒരു സ്റ്റോറിയാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നത്.
തീർച്ചയായിട്ടും ഒരു സംരംഭക സ്വപ്നങ്ങൾ ഉള്ളിൽ പോയി നടക്കുന്ന പല ആളുകൾക്കും തങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്വപ്നങ്ങളെ കത്തിജ്വലിപ്പിക്കാൻ പറ്റിയൊരു ഇന്ധനമായിരിക്കും ഈ പുസ്തകം. ഇന്ന് ബിസിനസ് ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെയും ഇദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ബിസിനസ് രംഗത്തുള്ള സാങ്കേതികമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്ക് ഈ പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ടെക്നിക്കാലിറ്റികളും ഒരുപാട് ഈ ലോൺ ഫണ്ടിങ്സ് ഒക്കെ ആയി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതെല്ലാം എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് ലൈഫിലേക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കും നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാമെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മതി. അത്രയും രസകരമായിട്ട്, അത്രയും അവഗാഹപൂർവ്വം, അത്രയും ആഴത്തിലുള്ള അറിവുകളാണ് ഈ പുസ്തകത്തിലൂടെ പകർന്നു തരുന്നത്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ടീമിനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവസാനം ഒറ്റപ്പെട്ടു പോവുക, എല്ലാവരും തിരസ്കരിക്കപ്പെടുക, അവഗണിക്കപ്പെടുക, കുറ്റം ആരോപിക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വേദനിപ്പിക്കുന്ന അനുഭവം തന്നെയാണ്. ആ അനുഭവങ്ങൾ അദ്ദേഹം ഒരു പുസ്തക രൂപത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് വായിച്ചു പോകുന്ന നമുക്കാണ് അതിൻ്റെ ഒരു വേറെ വേർഷൻ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ മേലെ ഉണ്ടായ ഈ കുറ്റാരോപണങ്ങളും മറ്റുമൊക്കെ നമ്മൾ TV ന്യൂസിലും ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതൊക്കെയാണ്. പക്ഷേ അതിൻ്റെ വേറൊരു വശം എന്താണ്, ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ്, അധികം ആരും കാണാത്ത, അധികം വെളിച്ചം കാണാത്തൊരു വേറൊരു സൈഡിലേക്ക് ഇദ്ദേഹം ടോർച്ചടിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ TV-യിലൂടെയും വാർത്തകളിലൂടെയും കേട്ടതൊന്നുമല്ല ശരി, അതിന് നിങ്ങളാരും അറിയാത്ത ഒരു ഇരുണ്ട വശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഇരുണ്ട വശം നമുക്ക് കാണിച്ചിരിക്കുകയാണ് ഈ അഷ്നീർ ഗ്രോവർ ഈ ബുക്കിലൂടെ ചെയ്യുന്നത്. ഇത് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മൾ ഈ TV-യിലോ പത്രങ്ങളിലോ ഒക്കെ കാണുന്ന വാർത്തകൾ നമ്മൾ അതേപടി ഗുളിക രൂപത്തിൽ വിഴുങ്ങിയല്ല ചെയ്യേണ്ടത്. പകരം നമ്മൾ അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ചെന്നിട്ട് അതിനെ പഠിക്കാനും ശ്രമിക്കണം. ആ പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെ കാഴ്ചപ്പാടോട് കൂടി നമുക്കൊന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് തോന്നണം. എങ്ങനെയാണോ MT വാസുദേവൻ നായർ നമ്മളെ ചന്തുവിൻ്റെ ഒരു പരിപ്രേക്ഷ്യം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്, അതുപോലെ തൻ്റെ തന്നെ വേറൊരു പരിപ്രേക്ഷ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ഡൊഗ്ലാപ്പാൻ എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ നമ്മുടെ അഷ്നീർ ഗ്രോവർ ചെയ്യുന്നത്. ഡൊഗ്ലാപ്പാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു പ്രത്യേക രസമുള്ള ഒരു വാക്കാണ്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തൊക്കെ എനിക്ക് അറിയാൻ പറ്റും, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ പറ്റും. ഞാൻ തൽക്കാലം അവിടെ പറയുന്നില്ല. ആ ഡൊഗ്ലാപ്പാൻ എന്ന പേര് എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇട്ടതെന്ന് അദ്ദേഹം പറയുന്ന ആ സമയത്ത് നമുക്ക് വളരെ രസകരമായിട്ട് വായിച്ചു പോകാൻ പറ്റും. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ബുക്കാണ്. ഇപ്പോൾ ബിസിനസ് ലോകത്ത് സംഭവിക്കുന്ന, ഇന്നത്തെ കോർപ്പറേറ്റ് രംഗത്ത് സംഭവിക്കുന്ന ഒരുപാട് ഡൊഗ്ലാപ്പാൻസാണ് അദ്ദേഹം ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ബുക്കൊന്ന് വാങ്ങി വായിച്ചു നോക്കുക. ഒരു നോവൽ വായിക്കുന്ന പ്രതീതിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന ഒരു ഹരത്തോട് കൂടി നിങ്ങൾക്ക് വായിച്ചു പോകാവുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ പുസ്തകം. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു ബുക്കിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.